ഒരാളുടെ പിറന്നാൾ ദിനത്തിൽ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടേണ്ടത് ആരെയാണ്? ജന്മം തന്ന അമ്മയെ. അതെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അമ്മയ്ക്കുള്ള സ്ഥാനം എത്രമാത്രമാണെന്ന് പല അവസരങ്ങളിലൂടെയും നമുക്ക് മുന്നിൽ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പിറന്നാൾ ദിനത്തിൽ രാജ്യത്തെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് സുഭദ്ര യോജന പദ്ധതിയുടെ പ്രഖ്യാപനവും അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തി. അതിനു പിന്നിലും മറ്റൊന്നില്ല, അമ്മയെപ്പോലെ തന്നെ രാജ്യത്തെ ഓരോ സ്ത്രീയും താൻ ബഹുമാനിക്കുന്നു എന്ന വളരെ മഹത്തരമായ ഒരു സന്ദേശമാണ് കഴിഞ്ഞ ദിവസത്തെ ആ പ്രഖ്യാപനത്തിലൂടെ അദ്ദേഹം രാജ്യത്തിന് നൽകിയത്. 74ാം ജന്മദിനമായിരുന്നു. ആ ജന്മദിന ദിവസം അമ്മയുടെ ഓർമ്മകളിൽ മോദി വികാരാധീനനായി. അതിന് പിന്നിൽ ഒരു വനവാസി സ്ത്രീ നൽകിയ പായസമാണ് കാരണമായത്. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഗുണഭോക്താവായ ഒരു വനവാസി സ്ത്രീ അവരുടെ വീട് സന്ദർശിക്കുന്ന അവസരത്തിലാണ് അവർ പ്രധാനമന്ത്രിക്ക് പായസം നൽകിയത്. ആ പായസം കഴിക്കുമ്പോൾ അത് തന്നെ അമ്മയുടെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി എന്ന് മോദി പറഞ്ഞു. അമ്മ ജീവിച്ചിരുന്നപ്പോൾ ജന്മദിനങ്ങളിൽ അമ്മയെ സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. കാണാൻ പോകുമ്പോഴൊക്കെ അമ്മയുടെ കൈകൊണ്ട് തനിക്ക് ശർക്കര നൽകാറുണ്ടായിരുന്നു. അത് മധുരം നൽകുക എന്ന ആ ഒരു പതിവ്. ആദിവാസി കുടുംബത്തിലെ സഹോദരി നൽകിയ ആ പായസം കഴിക്കുമ്പോൾ അമ്മയുടെ അഭാവം തനിക്ക് അനുഭവപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. അമ്മയെക്കുറിച്ച് സംസാരിക്കവേ പ്രധാനമന്ത്രിയുടെ കണ്ഠമിടറി. 2022 ഡിസംബർ 30-നാണ് നരേന്ദ്രമോദിയുടെ മാതാവ് ഹീരാബെൻ മോദിയുടെ മരണം. 100-ാം വയസ്സിലാണ് അമ്മ വിട പറഞ്ഞത്. ഇതിനു മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും മോദി അമ്മയുമായുള്ള അടുപ്പം വ്യക്തമാക്കുന്ന പല വിധത്തിലുള്ള ഓർമ്മകൾ പങ്കിട്ടിട്ടുണ്ട്. വീട്ടിലെത്തി അമ്മയുടെ അനുഗ്രഹം വാങ്ങിയ ശേഷം മാത്രമേ താൻ തിരഞ്ഞെടുപ്പിന് മത്സരിക്കാനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാറുള്ളൂ എന്നായിരുന്നു അന്ന് പ്രധാനമന്ത്രി ഓർമ്മിച്ചത്. ബ്രിട്ടീഷ് ആധിപത്യത്തോട് വിട പറഞ്ഞ് രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് പിച്ചവെച്ച് 3 വർഷങ്ങൾ കഴിയുമ്പോൾ 1950 സെപ്റ്റംബർ 17-നായിരുന്നു നരേന്ദ്രമോദിയുടെ ജനനം. ദാമോദർദാസ് മുൽചന്ദ് മോദിയുടെയും ഹീരാബെൻ മോദിയുടെയും 6 മക്കളിൽ 3-ാമനായിട്ടായിരുന്നു നരേന്ദ്രൻ ജനിച്ചത്. ഏറ്റവും സാധാരണമായ ചുറ്റുപാടുകളിലായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യകാലം. തീരെ ചെറിയ വീട്ടിനുള്ളിൽ കഴിച്ചുകൂട്ടിയ കഷ്ടതകൾ നിറഞ്ഞ ആ കാലമായിരുന്നു രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവനും മികച്ച സൗകര്യങ്ങളോടെയുള്ള ഭവനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന ഭവന നിർമ്മാണ വിപ്ലവത്തിന് പിൽക്കാലത്ത് ഒരു അടിസ്ഥാനമായത്. ഹീരാബെൻ എന്ന അമ്മയുടെ മകനായി വളർന്ന നരേന്ദ്രമോദി എന്ന മകൻ താൻ പിന്നിട്ട വഴിയിൽ കണ്ട ഓരോ സ്ത്രീയെയും ആദരിക്കുന്നവനാണ്, ബഹുമാനിക്കുന്നവനാണ്. അതിലുപരി അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നവനാണ്. അദ്ദേഹം കൊണ്ടുവന്ന ലാഖ്പതി ദീദി യജ്ഞം ജീവിതത്തിൽ തനിക്ക് അമ്മ എന്താണ് എന്ന് വളരെ വ്യക്തമാക്കി തന്ന മറ്റൊരു സംരംഭമാണ്. നരേന്ദ്രമോദി പറയുന്നു, അമ്മ ഒരിക്കലും അഴിമതി ചെയ്യരുത് എന്ന് തന്നെ പഠിപ്പിച്ചു. മറ്റു കാര്യങ്ങളെക്കാൾ ഇപ്പോഴും ഹീരാബെൻ എന്ന അമ്മയ്ക്ക് പ്രധാനം അവരുടെ മകന്റെ സാന്നിധ്യം അടുത്തുണ്ടാകുക എന്നതായിരുന്നു എല്ലാ കാലം. ഒരിക്കൽ അമ്മ പറഞ്ഞ വാക്കുകളെക്കുറിച്ച് മോദി പറഞ്ഞിട്ടുണ്ട്. നീ ചെയ്തത് എന്താണ് എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് നീ അഴിമതി എന്ന പാപം ചെയ്യില്ല എന്ന വാഗ്ദാനം തരണം. ഒരിക്കലും ആ പാപം നീ ചെയ്യരുത്. അമ്മയുടെ ഈ വാക്കുകൾ തന്നെ ശരിക്കും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുണ്ട്. സുഖ സൗകര്യങ്ങളോ ആഘോഷങ്ങളോ ഇല്ലാതെ ജീവിതകാലം മുഴുവൻ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ ഒരു സാധാരണ സ്ത്രീ പറഞ്ഞത് അഴിമതി ചെയ്യരുത് എന്നാണ്. ഞാൻ പ്രധാനമന്ത്രിയായ ശേഷവും എൻ്റെ വേരുകൾ ശക്തമായി നിലനിൽക്കുന്നതും അതുകൊണ്ടാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പണ്ട് തനിക്ക് എവിടെയെങ്കിലും ഒരു സാധാരണ ജോലി കിട്ടി എന്നറിഞ്ഞാൽ അമ്മ ഗ്രാമത്തിൽ മുഴുവൻ മധുര വിതരണം നടത്തും. ആ അമ്മയിലൂടെയാണ് മോദി മനസ്സിലാക്കിയത് ഓരോ സ്ത്രീയും ബഹുമാനിക്കപ്പെടേണ്ടവളാണ് എന്നത്. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന മാതാപിതാക്കൾക്കൊപ്പം കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായിരുന്ന ചായക്കടയിൽ പണിയെടുക്കുമ്പോഴായിരുന്നു നരേന്ദ്രൻ എന്ന ബാലൻ പുകയടുപ്പിൽ തീയൂതുന്ന അമ്മയെപ്പോലെയുള്ള അനവധി അമ്മമാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത്. പാചകവാതക അടുപ്പുകൾ സിനിമകളിൽ പോലും കണ്ടിട്ടില്ലാത്ത രാജ്യത്തിന്റെ ഏറ്റവും വിദൂരമായ കോണുകളിൽ വിറകടുപ്പിനോട് പോരാടി ആസ്മയും ശ്വാസകോശ രോഗങ്ങളും സമ്മാനിക്കുന്ന പ്രയാസങ്ങൾ കുടുംബത്തിനായി ഏറ്റുവാങ്ങുന്ന അമ്മമാർക്ക് സൗജന്യ പാചകവാതകം ലഭ്യമാക്കാൻ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന എന്ന പദ്ധതി അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ സബ്സിഡി പോലും ഉപേക്ഷിച്ച് രാജ്യത്തെ ഉപരിവർഗം അദ്ദേഹത്തോടൊപ്പം നിന്നു എന്നതാണ് ഒരു നേതാവ് എന്തായിരിക്കണം എന്ന ചോദ്യത്തിന്റെ ഏറ്റവും വിസ്മയകരമായ ഉത്തരം. ഭാരത മാതാവിന്റെ ഹൃദയാമൃത സലിലം ഓരോ വീട്ടിലും എത്തിക്കുന്ന ജൽജീവൻ മിഷൻ, എല്ലാ ഭവനങ്ങളെയും പ്രകാശമാനമാക്കുന്ന പ്രധാനമന്ത്രി ഉജാല യോജന, അങ്ങനെ ഒരു രാജ്യത്തിലെ അടിസ്ഥാന വർഗത്തിന്റെ ഹൃദയത്തിലേക്കാണ് നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികൾ കടന്നു ചെന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രഖ്യാപിച്ച സുഭദ്ര യോജന പദ്ധതിയും അതുപോലെ ഒന്ന് തന്നെയാണ്. രാജ്യത്തെ അവിവാഹിതകളായ സ്ത്രീകൾ അവർ സുരക്ഷിതരായിരിക്കണം. ഒരു ആൺതുണയില്ലാത്ത ഒരു സ്ത്രീ ഒരിക്കലും തനിക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ തനിക്ക് സംരക്ഷണമേകാൻ ഒന്നുമില്ല, തനിക്കൊരു വരുമാനമില്ല എന്ന് വേദനിക്കാൻ പാടില്ല എന്ന ആ ഒരു തീരുമാനത്തിൽ നിന്നാണ് സുഭദ്ര യോജന പദ്ധതി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കപ്പെട്ടത്. എന്തായാലും നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ അമ്മയോടുള്ള സ്നേഹം, ആദരവ് ഇതൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ രാജ്യത്തെ സ്ത്രീകളുടെ ജീവിതം കൂടുതൽ സുഗമമാവുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.